ഒരു 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 ട്യൂണാണ്. ആ ട്യൂൺ ഹരി അതിനെ വരി എഴുതും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം ഞങ്ങൾ സാധാരണ വായിക്കൊള്ളാത്ത പേരുകളും വരികളും ഒക്കെയാണ് ഞങ്ങൾ പാടുക. അല്ലെങ്കിൽ വളരെ എളുപ്പമുള്ള വരികൾ. ചില മ്യൂസിക് ഡയറക്ടേഴ്സിന് ഞാൻ പറയുന്നില്ലേ, വളരെ വിചിത്രമായിട്ടുള്ള ചില വാക്കുകളൊക്കെ അതിലേക്ക് കയറി വരും. ഒരേ വാക്ക് തന്നെ പാടും. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നീലാകാശം 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 നീ എന്തേ വൈകി വന്നു പൂന്തിങ്കളേ നീലാകാശം നീലാകാശം. അപ്പം ഇത്തിരി സഭ്യമായ വരി വന്നു. അപ്പോൾ ഇതിനൊരു ഞാൻ അസഭ്യമായിട്ടുള്ള വരി എഴുതല്ല വേണ്ടത് ഇതിന്. നീലാകാശം നീലാകാശം. അപ്പോൾ ഇതിവിടെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഇതിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്താണെന്നറിയോ? ഈ നീലാകാശം ഞാൻ 2 തവണ പാടിയപ്പോൾ രണ്ടും നീലാകാശം അല്ല, ആ രണ്ടാമത്തെ വേറെ വാക്കാണ്. അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചില അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് നമ്മുടെ ഇടയിൽ. നീലാകാശം നീലാകാശം. ഞാനിപ്പോൾ സ്വകാര്യം പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഇപ്പോൾ എനിക്കൊരു വരി കിട്ടും. അപ്പോൾ കിട്ടിക്കഴിയുമ്പോൾ ഞങ്ങൾ തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ. അപ്പോൾ ചിലപ്പോൾ ഡയറക്ടർ കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ചിലപ്പോൾ ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ഈ ട്യൂണും മാറ്റും, വരിയും മാറ്റും. അപ്പോൾ അങ്ങനെ മാറ്റാൻ പാകത്തിനൊരു വരി തരൂ എന്നാണ് ഞാൻ ഹരിയോട് പറഞ്ഞത്. നീലാകാശം നീലാകാശം. നീയാം കൂട്ടിൽ നിന്ന് വേണ്ട എന്നല്ലേ പറഞ്ഞത്? നീയാം കൂട്ടിൽ. എനിക്കപ്പോൾ കൂട്ടിൽ നിന്ന് കേൾക്കാൻ സുഖമില്ല. അതായത് കൂ എന്നുള്ളത് വേണ്ട, എനിക്ക് ആകാശം വേണം. ആ ആ വേണം, ഒരു ഓപ്പൺനെസ് വേണം. അതെ, ഞാനൊന്ന് ചോദിച്ചതാണ് കേട്ടോ. എനിക്ക് ശ്രീവത്സേട്ടൻ പാടിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, നമ്മുടെ പരിചയം കൊണ്ട് മനസ്സിലാവുന്നതാണ്. കാരണം ട്യൂണ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ രക്ഷപ്പെടുക എന്നുള്ളതാണ് ഞങ്ങളൊക്കെ നോക്കുക. ഇവിടുന്ന് ഒരു ആന വന്നു കഴിഞ്ഞാൽ പൂരത്തിന് എങ്ങോട്ട് ഓടണം എന്നുള്ളത് പോലെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ആ രീതിയിൽ ശ്രമിക്കാം. അത് ചില ഫിക്സേഷനാണ്. ചില സമയത്ത് നമുക്ക് കൂ തന്നെ വേണം തോന്നും. പൂമരം. അപ്പോൾ നമുക്ക് പൂമരം എന്നാണ് ഞാൻ പാടിയെന്ന് വയ്ക്കുക. അപ്പോൾ ഹരി ആനകൾ എന്ന് തന്നു കഴിഞ്ഞാൽ എനിക്കിഷ്ടാവില്ല. പൂമരം തന്നെ വേണം. പൂമരം എന്ന് പറഞ്ഞാൽ പൂമരമല്ല വേണ്ടത്, ആ ഊ എന്നുള്ള അർത്ഥം, അല്ലെങ്കിൽ ആ ഒരു സൗണ്ടിങ്. ഈ പലപ്പോഴും ഈ സിനിമ സംഗീത സംവിധാനത്തിൽ സൗണ്ടിങ് വളരെ പ്രധാനമാണ് സാഹിത്യത്തിന്. അതാണ് രമേശ് നേരത്തെ പറഞ്ഞത്. കാരണം കവിത ബാലേന്ദ്രൻ ചുള്ളിക്കാട് റഫീഖിനെ വിളിച്ച് പറയാറുണ്ടെന്ന് പറയാറുണ്ട്. അതായത് എത്ര ഇനിയിപ്പോൾ ഞാൻ ശ്രമിച്ചാലും നിന്നെപ്പോലെ ഒരു ഗാനരചയിതാവൻ എനിക്ക് ആവാൻ പറ്റില്ല എന്ന് ബാലേട്ടൻ ഇടയ്ക്ക് പറയാറുണ്ടെന്ന് പറയും. അത് ശരിയാണ്. കാരണം സൗണ്ടിങ് വളരെ പ്രധാനമാണ്. നല്ല ഭംഗിയുള്ള വാക്കുകൾ ഉണ്ടാവണം ഒരു സിനിമ ഗാനത്തിന്. നമുക്ക് സമയമൊക്കെ പരിമിതി ഉണ്ട്. ഞാൻ അടുത്ത സെഷൻ വരും. ഞാനിത് എന്താണെന്ന് അറിയാൻ വേണ്ടി ഒരു ഡമ്മി മാത്രമാണ്. അതിലൊരു അർത്ഥം ഉണ്ടാവുമായിരിക്കാം, അത്രേ ഉള്ളൂ. അർത്ഥമൊക്കെ വേണോ എന്നുള്ള ചോദ്യമൊക്കെ പലപ്പോഴും സിനിമയിൽ വരും. അത് നമ്മളിപ്പോൾ ആ ഭാഗം വിടാം.
ജീവാകാശം ഗാനാകാശം മോദാവേശം ഗാനാകാശം മോദാവേശം നാം ഒന്നായി ചേർന്നു പാറും പാട്ടിൻ വനം ഗാനാകാശം മോദാവേശം ഗാനാകാശം. അപ്പൊ ഹരി, ഈ പാട്ട് നന്നായിരിക്കുന്നു.